ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈസരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗണിലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീട്ടിലിതാ എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ അലക്കിയത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും അലക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് മൊത്തം അലക്കാനിട്ടിട്ടുണ്ട്. അത് അലക്കിയത് ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് എണീച്ചു, ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി. സോ ഇപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അവർ ഓൾറെഡി കുറച്ച് നേരത്തെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു 5 മിനിറ്റ് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ഉറങ്ങിയതാണ്. നല്ലൊരു ഉറങ്ങി. കുറച്ച് ദിവസമായിട്ട് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ അവർ വിളിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എന്താണെന്ന് അറിയില്ല, ഫുഡെല്ലാം ബിഗ് ഇതൊക്കെ എന്തോരം ഫുഡാ. എഗ്ഗ്, ചീസ്, ഇതെന്താ പൊട്ടറ്റോ ഫ്രൈസാന്ന് തോന്നുന്നത്, വേറെ എന്തോ ജാമ്, പിന്നെ ഒലീവ്സ്, ബ്രെഡ്, വേറൊരു ബ്രെഡ്, ദിസ് വൺ ഹൽവ ഐ ഡോണ്ട് നോ. എന്തല്ല ചായക്കുള്ള ഗ്ലാസ്. ചായ ഞാൻ കുടിക്കുന്നില്ല, വേണേ കുടിക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ചായക്ക്. പഞ്ചസാര, സാലഡ്, അയ്യോ ഇത്രയും സാധനങ്ങൾ, അലോട്ട് ബിഗ്. വേണോ വേണ്ടത് അങ്ങനെ സംശയത്തിലാ കുടിക്കണ്ടേന്ന്. ഞാൻ ഈ ബ്രെഡ് കഴിക്കുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? ഈ ചെറി ജാം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഇവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് പഞ്ചസാരയും ചെറിയും കൂടെ ഇട്ടിട്ട് പോട്ടിലെടുത്ത് വെച്ചിട്ട് പിന്നെ അവര് ബോയിൽ ചെയ്തിട്ട് പോട്ടിലെടുത്ത് വെക്കും. അങ്ങനെ എന്തോ പറഞ്ഞു. അത് കഴിക്കുമ്പോൾ കയ്യിലൊക്കെ ആവുന്നുണ്ട്. സോ ഗുഡ്. ഒടുക്കത്തെ ടേസ്റ്റ്. ഒരുപാട് മധുരമല്ല, ഭയങ്കര ഓർഗാനിക് ഫീൽ. വേറെ ഒരു എക്സ്ട്രാ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഗുഡ്. ഞാനിത് അവിടുന്ന് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയതാ. എൻ്റെ ചെറിയ ബാഗ് എടുത്തിട്ടില്ല, വലിയ ബാഗ് ആളെടുത്തിട്ട് കൊണ്ടുപോയി. പുള്ളിക്കാരി തന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. പിള്ളേരെല്ലാം പിന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഒരാളുടെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അനൗൺസ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണാടിയൊക്കെ ഒന്ന് മുഖത്ത് നോക്കി മുടിയൊക്കെ ഒന്ന് ചീകുന്നത്. അപ്പം ഉണ്ട് ഈ ഏരിയയിൽ എനിക്ക് കുറേ നരച്ച മുടി കണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് അങ്ങനെ നരച്ച മുടി കാണുന്നത്. 26 വയസ്സേ ഉള്ളൂ, അപ്പോഴേക്കും മുടിയെല്ലാം നരച്ച്. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് വിറ്റാമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലാതെ ക്ലോറിൻ വാട്ടറിലും മിനറൽസിൻ്റെ അതിൻ്റെയൊക്കെ കുറവാണ്, അങ്ങനെയാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതാണ്ട് മെഡിസിനൊക്കെ എടുക്കാൻ പറഞ്ഞു. നാട്ടിലേക്ക് പോയിട്ട് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം 26 വയസ്സിലൊരു ഏകദേശം ഒരു 10-20 മുടി ഒരുമിച്ച് നരച്ച്. അങ്ങനെ നരക്കുമോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. നമ്മളിത് ഈ വണ്ടി തന്നെയാണ് പോകുന്നത്. നേരെ ശിവാസിലേക്കാണ് പോകുന്നത്. ഇന്നലെ ആ സ്ഥലത്തേക്ക് പോകാനാണ് ഇരുന്നത്. അപ്പോൾ ആള് ലിഫ്റ്റ് വന്ന് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചൂടായിട്ടോ. കുറേ നേരം നിർത്തിയിട്ടിട്ടാണ് തോന്നുന്നു. എന്തായാലും ആളിന്നലെ അവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെ പിന്നെ തിരിച്ചു പോകുന്നു. നല്ല ആൾക്കാരായിരുന്നു. എനിക്ക് ആ ജാം ഇഷ്ടപ്പെട്ടിട്ട് ജാം അവരെനിക്ക് പാക്ക് ചെയ്ത് തന്നു. നല്ല വെയിറ്റ് ഉണ്ട് അതിന്. ചില്ലിൻ്റെ കുപ്പിയായിരുന്നു, കുറച്ചേ ഉള്ളൂ, എന്നാലും തരാ പറഞ്ഞിട്ടാണ് തന്നത്. ഞാൻ ചെറിയ ബോട്ടിൽ വെച്ചപ്പോൾ അവർ ചെറുതില്ല. ബൈ. അപ്പോൾ അതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. എന്താ പറയുക, എൻ്റെ ഫാമിലി പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അത്ര അടിപൊളിയായിരുന്നു. ഭയങ്കര നൈസാണ്. പുള്ളിക്കാരനാണെങ്കിലും എല്ലാവരും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഈ ഏരിയ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്താ പറയുക, ഫുള്ള് വലിയ ബിൽഡിങ്സ് ഒക്കെയാണ് കാണുന്നത്. ഇനി എനിക്ക് തോന്നുന്നു 100-200 കിലോമീറ്ററോളം ഉണ്ട്. കാരണം ഇന്നലെ ഒരു 50 കിലോമീറ്ററാണ് നമ്മൾ വന്നിട്ടുള്ളത്. കൈസരി ഓക്കെ. കായ്സരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. ഇവിടുന്ന് ശിവാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. SIVAS ശിവാസ്. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ 1-2 എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായി. ലൈക്ക് എനിക്ക് ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇവിടെ ടർക്കിയിൽ തന്നെ ഉള്ള ആൾക്കാർ, പക്ഷെ ട്രാവലേഴ്സാണ്. അപ്പോൾ അവർ വഴി കുറേ കോണ്ടാക്റ്റ് എനിക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, അവിടെ വേണേൽ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യങ്ങൾ കഴിഞ്ഞ് എന്താ പറയുക, ഫുള്ള് ഡ്രസ്സ് അലക്കലും കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട്
എനിക്ക് ഓക്കെ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചിനി മൂവ് ചെയ്യാം, അധികം നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകുന്നു. വില്ലേജ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നിൽക്കാം. കാരണം വില്ലേജിന്റെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ട് അവരുടെ വെറൈറ്റി ഫുഡൊക്കെ കണ്ട്, ഇത് ഓൾറെഡി സിറ്റി, ഒരു ചെറിയ ടൗൺ അങ്ങനത്തെ ഒരു സിറ്റി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും മൂവ് ചെയ്യാന്ന്. കാരണം ആളെന്തായാലും ഇന്ന് പോകുന്ന 200 കിലോമീറ്റർ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് പോവാണ്. അപ്പൊ ആൾക്ക് ഓൾറെഡി കുറച്ച് ഇംഗ്ലീഷ് അറിയാം, അതെനിക്ക് നല്ലതാണ്. അപ്പൊ ആള് പാട്ട് പാടാൻ പറഞ്ഞു. യു സിംഗ് സോങ്? Yes. Yeah. Çıkalım kaleye bir akşamüstü, bir akşamüstü. Sen Sivas'ı seyret yar, ben de seni, yar ben de seni. Sanma deli gönül yar sana küstü, yar sana küstü. Sen Sivas'ı seyret yar, ben de seni, yar ben de seni, yar ben de seni. Sen Sivas'ı seyret yar, ben de seni, yar ben de seni, yar ben de seni. Wow, nice, so good. Wow, nice, nice. Very good, very good. Thanks. അടിപൊളി കേട്ടോ, നല്ല സൗണ്ട്, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇവരുടെ ആക്സെന്റ് ആയാലും ഭയങ്കര രസമാണ്, ഇവരുടെ ഭാഷ കേൾക്കാനും രസമാണ്. ഒരു അറബിക് ടച്ച് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു സാധനം വരുന്ന ഒരു ഫീലിലാണ് ഇവരുടെ സംസാരവും പാട്ടും ഒക്കെ. എന്തായാലും നൈസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഗുഡ് ഗുഡ്. ആളുടെ കൂടെ വന്നിട്ട് ഏതോ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ എന്തോ വന്നേക്കാന്ന് തോന്നുന്നു കേട്ടോ. ഫിഷ് ഇഷ്ടമാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമെല്ലാം വരുന്നുണ്ട്. ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ മീൻ. എനിക്ക് തോന്നുന്നു ഈ മീനിനെ ഫ്രഷ് ആയിട്ട് ഇവർ പിടിച്ചിട്ട് ഫുഡ് അടിക്കുന്നതാണ്. ഓ വലിയ വലിയ മീനാ, മേ ബി ഇവർ വളർത്തുന്നതായിരിക്കാം. കണ്ടിട്ട് നല്ല രസമുണ്ട്, കാണുമ്പോൾ തന്നെ എനിക്ക് തിന്നാനെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. നോക്ക് കേട്ടോ. അത് മാത്രമല്ല അവിടെ വേറെ ഇങ്ങനെ ഫാം പോലെ അവർ വളർത്തുന്നുണ്ട്. അങ്ങനെ ആളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് എന്തോന്ന് തോന്നുന്നുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട് ഉണ്ടോ. നോക്ക് ഇവിടെ നോക്ക്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ. അവിടെയൊക്കെ നോക്ക് മീനുകളെ കാണുന്നുണ്ടല്ലേ, ഉണ്ടോ. ഇവിടെ ഫിഷ് എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്. സാലഡ് വന്നിട്ടുണ്ട്, പിന്നെ വേറെ എന്തോ ഉപ്പിലിട്ട കുക്കുംബർ, പിന്നെ ചീസ്, പിന്നെ എന്തോ ചമ്മന്തി, എല്ലാ ഐറ്റംസും. ഇത് സാൽമൺ. വിച്ച് വൺ? ഓക്കെ, സാൽമൺ പോലെ പെട്ടെന്ന് തോന്നി, പക്ഷെ സാൽമൺ അല്ല എന്നാണ് പറയുന്നത്. അല ബാലക് അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിക്കുകയാണ് നമ്മൾ. ഓൾമോസ്റ്റ് ഇപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ആ സ്ഥലം അത്രയും ദൂരം നമ്മൾ വന്ന്. ഈ കാണുന്ന മീനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ, അവരത് ഫ്രഷ് ആയിട്ട് പിടിച്ചിട്ടുള്ള മീനാ. ഓ ഇതില് പ്രാണി വരുന്നു, ഇവിടെ ഈച്ച വരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ആളാണ് എനിക്ക് മേടിച്ചു തന്നത്. അപ്പൊ ഞാൻ അതിന്റെ പ്രൈസ് അറിയാൻ വേണ്ടി പ്രൈസ് ചോദിച്ചപ്പോ 380 ഉള്ളൂ അതിന്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് 700-നെല്ലാണ് ഏറ്റവും കൂടുതൽ ഞാൻ മേടിച്ച് കഴിച്ചത്. 380-ന്. അത് ഇത് ഔട്ടറാണ്, കംപ്ലീറ്റ്ലി ഒരു ഔട്ടർ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ലോക്കൽസ് ആളുകൾ മാത്രമാണ് വരുള്ളൂ, ഫോറിനേഴ്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒറിജിനൽ പ്രൈസ്. സാധാരണ 100 ലിറേൻ്റെ സാധനമാണെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകൾ ചെല്ലുന്ന സ്ഥലമാണെങ്കിൽ അവിടെ 600 ലിറ പറയും. ഒരു 500 ലിറ അധികമാണ് അവർ പറയാം. ഭയങ്കര സ്കാമാണ് ഇവിടെ. അപ്പോൾ നോക്കിയിട്ട് കണ്ടിട്ടും പോയില്ലെങ്കിൽ നല്ല പണി കിട്ടുന്നതാണ്. ഇപ്പം എനിക്കത് നല്ല റിയലൈസ് ചെയ്യുന്നു. കാരണം ലോക്കൽ ആളുകളുടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചപ്പോൾ മനസ്സിലാവുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഇതുവഴി ഇങ്ങനെ നടക്കുകയാണ്, ആളുടെ ഫ്രണ്ടിൻ്റെ ഇതായതുകൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കി ഇങ്ങനെ ഒരു ചെടി കണ്ടു. അപ്പോൾ ഇതിൽ കുറേ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് കഴിക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കഴിക്കാൻ പറ്റുമെന്ന്. ഞാൻ കഴിച്ചു നോക്കി, പക്ഷെ ഭയങ്കര പുളിയാണ് ഇതിന്. നോക്ക് കണ്ടോ. മേ ബി ഈ മധുരം പഴുക്കാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. നല്ല പുളിയുണ്ട്. മുന്തിരീൻ്റെ ഇല പോലെ ഇരിക്കുന്ന ഒരു ഇലയാണ് ഇരിക്കുന്നത്. കണ്ടോ കുറേ ഉണ്ട്. ചിലത് കളർ മാറിയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചോട്ടെ എടുത്തിട്ട്. നല്ല പുളിയാണ് കേട്ടോ. ഓ പുളി മാത്രമല്ല നല്ല കയപ്പും. അയ്യോ എനിക്ക് വെള്ളം കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയറും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ നല്ല തണുപ്പാണ്. ഇതാണെങ്കിൽ ആഴമില്ല, ഒരു കാൽമുട്ടിന് മുകളിലാണ് വെള്ളം ഉണ്ടാവുള്ളൂ.
അതുകൊണ്ട് സുഖമായിട്ട് ഇറങ്ങാം. മുങ്ങി ചാവില്ല, നീന്തലറിയില്ലേലും നല്ല റിഫ്രഷിങ്ങും ആണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആൾക്ക് വേണമെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ടൊക്കെ കൊടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. വാവ്, ഇതൊക്കെ ഉണ്ടോ അവിടെ എല്ലാം മീൻ. ഈ മീനാണ് നമ്മളിപ്പോൾ കഴിച്ചതേ. ഉണ്ടോ അവിടെ നോക്കാം, അവിടെ മാത്രം അടിയിലിങ്ങനെ വൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. കണ്ടോ നോക്ക്, ഇഷ്ടംപോലെ മീൻ. ഈ മീനാണ് കഴിച്ചത്. ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് കണ്ടത് ഇവിടുത്തെ റിവറുകളിൽ എപ്പോഴും കാണുന്ന മീനാണ് ഇങ്ങനത്തെ മീൻ എന്നാണ്. സാൽമണിൻ്റെ ഒരു ടേസ്റ്റാണ്, സാൽമണിൻ്റെ ഒരു ലുക്കും കളറും ടേസ്റ്റും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ സാൽമൺ അല്ല എന്നാണ് പറയുന്നത്. ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. നല്ല രസമുണ്ട്. നെയിം, ഫിഷ് നെയിം അലാബാലക്. അലാബാലക്, ഓക്കെ. അലാബാലക്. യാ, സാൽമൺ നോ അലാബാലക്. യാ, അലാബാലക് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്ക്, സ്കൈയും മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഏരിയ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയൊക്കെ നോക്ക്, ഒരു ഡോഗിനെയും കൊണ്ടൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം. നല്ല നൈസായിട്ടുള്ള സ്ഥലം. ഇതിവിടെ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ടല്ലോ. ഇവിടെ വെതർ എങ്ങനെയാണ് മാറിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടുന്ന് ഇനിയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കിലോമീറ്റർ ഈ ഷിവാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ആളിങ്ങനെ സംസാരിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നോക്ക്, ഇവിടുന്നാണ് അവര് മീൻ ഇങ്ങനെ പിടിക്കുന്നത് ഫ്രഷ് ആയിട്ട് കേട്ടോ. കണ്ടോ നോക്ക്, നല്ല ഫ്രഷ് മീനാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഈ മീനാണ് നമ്മൾ കഴിച്ചത്. കണ്ടോ അത് ഈ മീൻ, അടിപൊളി. കണ്ടോ നോക്ക്, ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, ഇവിടെ വലുത് കണ്ടോ. ഇതാണ് അവര് ഇതാക്കുന്നത്. അവിടെ എല്ലാം ചെറുതാണ്, ആ ഫാമിലെല്ലാം. അവിടെ നിന്നെല്ലാം വലുതായത് ഇവിടെ. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മീൻ എടുക്കുക, പോവുക, അങ്ങനെ കഴിക്കുക. എന്താ രസം. അടിപൊളി സ്ഥലവും നല്ല തണുപ്പും. ഇവിടെ ചെല്ലൊക്കെ അടിച്ച് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് അതിനെന്താ അത്, സാലഡ് കുപ്പി ഉണക്കാൻ വെച്ചതാ. യാ, എന്തോരം മീനാ. ഇതുപോലൊരു സ്ഥലം എടുത്തിട്ട് ഇതുപോലെ റെസ്റ്റോറൻറ്റ് തുടങ്ങണം, മീൻ മാത്രമായിട്ട്. നമുക്ക് ഇത് കുഞ്ഞാ, അത് ആ സെയിം മീനാണേ. അപ്പൊ സെയിം മീനിന്റെ ചെറിയ ചെറിയ മീനുകളാ മൊത്തം കാണുന്നത്. ഇഷ്ടംപോലെ. എനിക്ക് ഫുഡ് ഇപ്പൊ മീൻ കുറേ കഴിച്ചില്ലേ, ഒരു വലിയ ഫുൾ മീൻ കഴിച്ചു. എന്നിട്ട് ഇതിനെ കാണുമ്പോ എനിക്ക് തിന്നാൻ തോന്നാ. മീൻ എനിക്ക് അത്രക്ക് ഇഷ്ടം, എത്ര കഴിച്ചാലും മടുക്കില്ല, അത്ര ഇഷ്ടമുള്ള സാധന. ഇതൊക്കെ ഉപ്പിലിട്, ഇത് മറ്റേ സാധനം ഉപ്പിലിട്. ക്യാരറ്റും ക്യാരറ്റ്, ക്യുക്യുംബർ, മുളക്, അതെല്ലാം ഉണക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു തണുപ്പുള്ള ഏരിയ അല്ലേ ഇവിടെ, അപ്പോൾ പെട്ടെന്ന് അത് ഉപ്പിലിട്ടോ ടൈം ആവൂലേ, അതുകൊണ്ട് വെയിലത്താക്കിയിട്ട് അങ്ങനെ വെച്ചതാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം നാരങ്ങയും മുളകും എല്ലാം ഇങ്ങനെ നിരനിരേന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അയ്യവാ, സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നോക്ക്, അവര് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്, റിഫ്ലക്ഷനാണ്. ആ ഒരു സ്കൈ കണ്ടോ, ആ സ്കൈൻ്റെ റിഫ്ലക്ഷനാണ് ഇതിൽ കാണുന്നത്. അതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത്, നല്ല ആഴുണ്ട്. ഒരാളെല്ലാം മൂടുന്ന അത്ര ആഴുണ്ട്. പക്ഷെ ഇവർ ഈ വെള്ളം എവിടുന്ന് സ്റ്റോർ ആക്കി എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. കാരണം അത് അവിടെ ഇവിടെയൊക്കെ അവർ സ്റ്റോറാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്ന് നമുക്ക് പോവാം. ദേ മീനിനെ ഇതാക്കാനുള്ള വെള്ളം ഇവിടുന്ന് എടുത്തിട്ട് അവർ ഇങ്ങോട്ടാക്കുന്നത്. അയ്യോ, എന്തോരം മീനാ എൻ്റെ അമ്മ. എനിക്കതിനെല്ലാം പിടിച്ച് തിന്നാൻ തോന്നുന്നു. കുഞ്ഞു എത്ര ഇഷ്ടം പോലെ. എൻ്റെ അമ്മ, ഒരു 1000കണക്കിന് അതിൽ കൂടുതൽ ഇതിലിങ്ങനെ നീന്തണം എല്ലാ മീനിൻ്റെയും കൂടെ. അപ്പം അടിപൊളിയായിരിക്കും. നോക്ക്, കാണുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ഫുള്ള് കറുത്തിരിക്കുക ഫുള്ള്. ഇതെല്ലാം ചെറുതാ, വലുതായിട്ടേ ഇല്ല, ചെറുതാണ്. ഇത്രയും മീൻ വെറുതെ ഇവർ ഫ്രഷായിട്ട് ഇങ്ങനെ പിടിച്ചതാക്കുന്നുണ്ടാവും. പക്ഷെ ഇത് നോക്ക്, ഇത് വേണമെങ്കിൽ ഒരു സ്വിമ്മിങ് പൂളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നല്ല ആഴമുണ്ട്. ഒരാളിലൊന്നല്ല കേട്ടോ, ഒരാളിൽ കൂടുതലുണ്ട്. നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ആ റിഫ്ലക്ഷൻ നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. ആഴുണ്ട്. ഇപ്പം ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് നേരെ കാണാം. ഇവിടെയുണ്ട് കുറേ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാ ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് മീൻ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമുക്ക് നമ്മൾ ഒരു 100 കിലോമീറ്റർ എല്ലാം മാറിയപ്പോൾ വെതർ മാറി, ഇവിടെ തണുപ്പുള്ള ഏരിയ ആയി. കുറച്ച് ഇനി എന്താണെന്നറിയില്ല. ഞാൻ ട്രപ്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത്. അവിടേക്ക് പക്ഷേ ഇനി ഒരു 500 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല തണുപ്പാണ്. അവിടെ എനിക്ക് തോന്നുന്നു 1 ഡിഗ്രി അങ്ങനെയൊക്കെയാണുള്ള ഏരിയയിലൊക്കെയാണ് പോകുന്നത്. ഇത് വലിയ മീനിൻ്റെ ഏരിയ ആണ്. നോക്ക്, നൈസ് സോ ഗുഡ്.
അതൊക്കെ അയ്യോ വലുത് അവിടെ ഫുള്ള് അവിടെ നോക്ക് ഇങ്ങനെ പിടിക്കാൻ തോന്നുന്നു എല്ലാത്തിനും കൊറേ എണ്ണം ഉണ്ട് കണ്ടാ. ഇതെല്ലാം വലുത്, അതെല്ലാം ആ സെക്ഷൻ മൊത്തം ചെറുതാ. എനിക്ക് തോന്നുന്നു ഇവർ ഇവിടുന്നായിരിക്കും പിന്നെ ഓരോന്നിനെ വലുതായതിനു ശേഷം മാറ്റുന്നുണ്ടാവും സൈസിനനുസരിച്ച്. കണ്ടാ ഫുള്ളിങ്ങനെ കിടക്കുന്നയാ. ഇതെന്താ ഫുൾ പായലോ? ഐ ക്യാൻ സി വാവ്. അവിടെ നോക്ക്, നമ്മള് അണ്ടർ വാട്ടർ ഡൈവിങ്ങിന് പോയ പോലെ ഉണ്ട് അങ്ങനത്തെ പായലും. ഓ അതേ ബോട്ടൊക്കെ ഉണ്ടല്ലോ, ബോട്ടൊക്കെ ആയിട്ട് ആ ഇതില് എനിക്ക് തോന്നുന്നു ഇവര് ബോട്ടിംഗ് ആയിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ കേറുന്നില്ല അവിടെ. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ അവിടെ അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പായലൊക്കെ കാണുന്നുണ്ട്. കണ്ടാ നോക്ക്, ഇവിടെ അതിൻ്റെ ഇടയിൽ മീനുകളും അതിങ്ങനെ പോകുന്ന കാണാനേ രസം. ശരിക്കും കാണുന്നില്ല എന്ന് തോന്നുന്നു ഭയങ്കരതായിട്ട്. എന്നെ അവർ അങ്ങോട്ട് വിളിക്കാണ് കേട്ടോ, വാന്ന് പറഞ്ഞിട്ട്. ഞാൻ കേറുന്നില്ല. No, not 3 meters for sure. No. It's not 3. I think it's 6. No, it's not 6. Whatever, I can see, but no, I'm scared. Come. I can't. No. I will show you there. What? Yeah. No, but deeper. This is only for 2 people. No, you can sit here. No. Come, I will sit here. You sit here. Come. No life jacket. You scared? Yeah, I'm scared. Water, I'm scared. You go and come. You should see there. No, it's okay. It's okay. അവര് നോക്ക്, അതെല്ലാം ചവിട്ടി അങ്ങോട്ട് പോകുന്നു. ഞാൻ പോകുന്നില്ല കേട്ടോ, എനിക്ക് വയ്യാനി വെള്ളത്തിൽ വീണിട്ട്. ഞാൻ ഇതാവാനി പോണം തോന്നി, പിന്നെ വേണ്ട തോന്നി. കണ്ടോ അത് രസമുണ്ട് കാണാൻ, പിള്ളേരുടെയൊക്കെ പോലത്തെ സാധനം. ബൈ അവിടെ കാണാന്ന് പറഞ്ഞാൽ അവിടെ ഇതന്നെ സെയിം, അത്രേ ഉള്ളൂ, ആറ്റം വരെ ഉള്ളൂ. ഇവിടെ നോക്ക്, ഇവിടെ വേണമെങ്കിൽ ഞാൻ ഇറങ്ങാം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും നല്ല തണുത്ത കാലാവസ്ഥയും. ഇവിടെ ആണെങ്കിൽ മുങ്ങിപ്പോവില്ല. മേ ബി ഒരു കഴുത്തിൻ്റെ അത്ര വരെ വരുമായിരിക്കും, പക്ഷെ അതിൽ കൂടുതലുണ്ടാവില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്, നൈസാണ്. ആള് നീന്താനല്ല മറ്റേ ബോട്ടിലൊക്കെ പോയിട്ടുള്ളത്. ഞാൻ ഇതുവഴി ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ആംബിയൻസ് എല്ലാം. ഇത് ആക്ച്വലി ഇങ്ങനെ കുറേ ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ടേ. അവിടെ നിന്ന് ഒഴുകി വന്ന് ഇവിടെ നിന്ന് ഒഴുകി വന്ന് നല്ല രസമുണ്ട് എല്ലാ ഏരിയയും. എനിക്ക് തോന്നുന്നത് ഈ അടിയിലെല്ലാം ഇങ്ങനെ ഗ്രീൻ ആയിട്ടുള്ള പായൽ പോലത്തെ സാധനം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആവുമ്പോൾ അതുകൊണ്ടായിരിക്കും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, ആ ഒരു വേറൊരു ഫീൽ, ഭംഗി തോന്നുന്നത്. അവിടുന്ന് നമ്മൾ കാറിൽ കയറിയിട്ട് ആളിതാ എന്നെ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നോക്കി ചെറിയൊരു വാട്ടർഫാൾ എല്ലാം ഉണ്ട്. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഈ മരങ്ങൾ എന്ത് മരമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഈ ഒരു ഏരിയയിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? പോകാൻ പറ്റുമല്ലോ, പക്ഷെ വഴി എവിടെയാ? ട്രക്കിംഗ് ഉണ്ടോ? കുറച്ചങ്ങോട്ട് പോകണം. ടു ഗോ ദേർ. ഓക്കെ ദിസ് വേ. ഓക്കെ. ഇത് ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റും വാട്ടർഫാളും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഹായ്. വാവ്, നൈസ്. വാവ്, ബ്യൂട്ടിഫുൾ. ചെറിയ വാട്ടർഫാളാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അവിടെ ഫ്ലാഗ് എല്ലാം ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കൈ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല നീല കളർ സ്കൈയും ഭയങ്കര രസമുണ്ട് കാണാൻ. കണ്ടോ, അടിപൊളിയല്ലേ? നേരത്തെ കണ്ട ആ ചെടി കണ്ടോ, ആ ഫ്രൂട്ട്സ് നോക്ക്, അത് കൊലയായിട്ട് ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നോക്ക്, അതിങ്ങനെ തിക്കി കൂടി ഇങ്ങനെ നിൽക്കുക. മരത്തിൽ ഇതേ താഴെ വരെയുണ്ട്. എന്താ താഴെയെല്ലാം വളരെ കുറവാണ്. മുകളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ മുന്തിരിക്കൊല തൂങ്ങിക്കിടക്കുന്നില്ലേ, അതുപോലെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് അത്ര ടേസ്റ്റ് ഇല്ല, ഭയങ്കര പുളിയാ. മേ ബി അതിന് പഴുപ്പിനനുസരിച്ചാണോ എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നി. ഭയങ്കര പുളിയായിട്ടല്ല. എന്താ എനിക്ക് ഒന്ന് വഴുക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. മഴയുള്ള സമയത്താണെങ്കിൽ വഴുക്കലെല്ലാം ഉണ്ടാവുമായിരിക്കും, കൂടുതൽ വെള്ളം ഉണ്ടാവും. എന്താ ഇവിടെ എല്ലാം എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ബ്യൂട്ടിഫുൾ. യാ, നോക്ക്, ഭയങ്കര രസമുള്ള ഏരിയ ആണിത്. അടിപൊളിയാണ് കേട്ടോ.
ഇപ്പാണ് ഒരു വില്ലേജ് മൊത്തത്തിലൊരു സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറി തുടങ്ങിയത്. ഇതുവരെ ഇങ്ങനെ അല്ലായിരുന്നേ. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമായിരിക്കും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെ അധികം ആൾക്കാരും വരുന്നില്ല കേട്ടോ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നോക്ക്, എന്തായാലും നൈസായിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്നോട് എന്ത് സ്നേഹ, എന്നെ എല്ലാവരുടെയും കറക്കി കാണിക്കാൻ കൊണ്ടുവന്നു, ഫുഡ് മേടിച്ചു തരുന്നു. എത്ര അടിപൊളി ആളാണ്. ഇതുപോലെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഈ രാജ്യത്തെല്ലാം. ഞാൻ പക്ഷെ ഒരുപാട് ആൾക്കാരെ മോശം കണ്ടുമുട്ടി. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട് കിറ്റോ ഇല്ലേ, പെറുവിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ, അവള് ഹിച്ച് ഹൈക്കിങ് വരെ നിർത്തി. ഇവിടെ ഇങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് അവൾക്ക് ഒരുപാട് കിട്ടിയതിന് ശേഷം. അതുപോലെ തന്നെ പല ആളുകൾക്കും അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഒരുപാട് ആളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്ത് രസമെന്നറിയോ, ഇങ്ങനെ ആ ഒരു തണുത്ത കാറ്റെല്ലാം ഇങ്ങനെ വീശി ഇതിങ്ങനെ ആസ്വദിച്ച് നിൽക്കാനായിട്ട് ഭയങ്കര നൈസാണ് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് കണ്ടോ, സിസിർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഇതാ ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട്, അങ്ങനെ ഇറങ്ങിയിട്ട് വരാം. അല്ലാണ്ട് നമുക്ക് അതുവഴിയും വരാം. കുറെ പേര് ഇതുവഴി അതുവഴിയൊക്കെ വരുന്നത്. നമ്മൾ കാറുള്ളതുകൊണ്ട് കാറ് അവിടെ നിർത്തിയിട്ട് അവിടുന്ന് അതുവഴിയാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇതുവഴി ഇങ്ങനെ കയറാട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കുറെ ചെടി കണ്ട്, അപ്പൊ ഈ ഒരു കായ കണ്ടപ്പോൾ ഞാൻ കഴിക്കാൻ പറ്റും വെച്ചാൽ ആൾ കഴിക്കാൻ പറ്റുന്ന പറയുന്നത്. ഇവിടെ എന്ത് കണ്ടാലും കഴിക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു കുരു പോലെ ഉണ്ട്, അത് വലിയ രസമില്ല കേട്ടോ, നാല് കുത്തുന്ന്. ഇത് നോക്ക്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ആരും തിന്നുന്നില്ല. കണ്ടാ, അതാണ് തിന്നാൻ പറ്റുന്ന പറഞ്ഞ കായ. പക്ഷെ എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. നാവിലിങ്ങനെ കുത്തുന്നുണ്ടേ, അത് കഴിച്ചതിൽ പിന്നെ ഭയങ്കര രീതിയിൽ കുത്തുന്നുണ്ട്. എന്താണോ എന്തോ, ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാണ്. അവിടുന്ന് തിരിച്ചിറങ്ങി പോകുന്ന വഴി നോക്ക്, ഇപ്പം ഞാൻ ഓൾറെഡി വലിയ ടൗൺ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വില്ലേജ് ഏരിയ സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കണ്ടു തുടങ്ങിയത്. ഇത്രയും നാളും പോയ സ്ഥലങ്ങൾ പോലെയല്ല കേട്ടോ, ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് ലാൻഡ്സ്കേപ്പ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് മലകളാണെങ്കിലും നല്ല രസമുണ്ട്, റോഡാണെങ്കിലും ഒരുപാട് വലുതല്ല, കുറച്ച് ചെറിയ റോഡ്, പക്ഷെ നല്ല റോഡാണ്. ഭയങ്കര രസമുണ്ട് ഇപ്പൊ കാണാനായിട്ട്. ഇപ്പൊ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ തന്നെ അടിപൊളിയാണ്. പിന്നെ വെതറാണ് മെയിൻ ആയിട്ട്, ആ ഒരു തണുപ്പുള്ളത് കൊണ്ട് ഭയങ്കര നൈസാ. ശിവാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു ആൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന്. അപ്പൊ ആള് പറഞ്ഞത് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീൽ ചെയർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് എടുത്തിട്ട് ആള് തിരിച്ച് കോന്നിയിലേക്ക് പോവും. ഞാൻ വിചാരിച്ച ആളുടെ വീട്, ആൾക്ക് ഇവിടെയും വീടുണ്ട് എന്നാ. ആൾക്ക് സഗാരിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വീടുണ്ട്, കോന്നിയിൽ വീടുണ്ട്. പക്ഷെ ഇവിടെ വീടില്ല, ഇവിടെ ജസ്റ്റ് ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടി മാത്രം വന്നാണ്. ഇപ്പൊ എത്തിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് അത് എടുക്കാൻ വേണ്ടി പോവാണ്. അത് എടുത്തിട്ട് എന്നെ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആള് പറയാ ഡിന്നർ കഴിച്ചിട്ട് പോവാന്ന്. ഇപ്പൊ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട്, ഒരു 5:45. ആള് എന്നെ മോളെ പോലെയാണ് കാണുന്നത്. എൻ്റെ ഫാദറിന്റെ പ്രായമാണ് ആൾക്ക്, 61 വയസ്സുണ്ട്. അപ്പോൾ എന്നെ അതുപോലെ തന്നെയാണ് കാണുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ആള് ഈവൻ രാത്രിത്തെ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് എന്നെ പറഞ്ഞയക്കാന്ന് പറയുന്നത്. എന്നോട് സൂക്ഷിച്ചു പോകണം, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി സിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി, അതുകൊണ്ടാണ് ഇങ്ങനെ ട്രാഫിക് എല്ലാം കാണുന്നത്. ഇവിടെ നോക്ക്, ഒരു ഷോപ്പിൽ വന്നാണ് കേട്ടോ ഞാൻ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട്. വലിയ നാന് പോലെയുള്ളൊരു റൊട്ടിയാണ് കാണുന്നത്. അതും അവിടെ കണ്ടോ, ഒരു കൈൻഡ് ഓഫ് ബ്രെഡ്, അതൊക്കെയാണ് അവർ ഇവിടെ ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചൂടോടെ അവിടെ നിന്ന് ഉണ്ടാക്കി വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നൈസായിട്ടുണ്ട്. ഈ സിറ്റി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഒരു പ്രത്യേക രസം. ശരിക്കും ഒരു യൂറോപ്പിന്റെ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ശിവാസ്, ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഒരു GCC കൺട്രീസിന്റെ ഒരു ഫീലും കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ യൂറോപ്പിന്റെ ഫീലായിരുന്നു. പക്ഷെ നൈസ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ലൈക്ക് നല്ല രസമുള്ള സിറ്റിയാണ്. ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് ആരോ ഡിസേബിൾ ആയിട്ടുള്ള ആരോ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൊണ്ടുപോവാണ്. അത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ആൾ എത്രയോ ദൂരത്തുനിന്ന് ഇവിടെ വന്ന്. ഇനി തിരിച്ചാൾ കോന്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കോന്യ വഴിയാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഐ നോ
ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് ആളെന്നെ ഹൈവേയിൽ ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ട് അങ്ങനെ പോകും. ഇത് നമ്മളൊരു GCC കൺട്രീസൊക്കെ പോലെ തോന്നില്ലേ? ഇവിടെ മിഡിൽ ഈസ്റ്റ് പോലെ, മിഡിൽ ഈസ്റ്റ് തന്നെ ആണെന്ന് തോന്നുന്നു ആക്ച്വലി. ലൈക്ക് ഈ ടർക്കി എന്ന് പറയുന്ന രാജ്യം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് കാണാം. പിന്നെ യൂറോപ്പ്, ഹാഫ് ഏഷ്യ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഡോണറോ അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് ഓർത്തിട്ടാണുള്ളത്. ഇതൊക്കെ വലിയ ബീഫിൻ്റെതായിരുന്നു, പക്ഷെ അതെല്ലാം ഇപ്പം തീർന്നിട്ട് അത് തീരാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവർ കട്ട് ചെയ്യുന്നത് തന്നെ വേറൊരു സ്റ്റൈലിലാണ് കട്ട് ചെയ്തിടുന്നത്. നമുക്ക് അതിൻ്റെ ആ ഫാറ്റാണ് ഇങ്ങനെ എണ്ണയായിട്ട് ഇങ്ങനെ ഒഴുകി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഡോണർ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കനല്ല, ബീഫാണ്. ബീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അതിന് ബ്രെഡും ഉണ്ട്, സാലഡും ഉണ്ട്. അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു അയറനും. എൻ്റെ അമ്മ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. ഈ ബീഫില്ലേ, ബീഫിങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബീഫിന് ശരിക്കും ഇത്രയും ടേസ്റ്റ് ഉണ്ടായതെന്ന് മനസ്സിലാവുന്നു. അതിലെ എണ്ണ കണ്ടോ, അത് അതിൻ്റെ ഫാറ്റാ. അടിപൊളി, വേറെ ഒരു ഫ്ലേവറും ഇല്ല, ശരിക്കും ബീഫിൻ്റെ ഫ്ലേവർ. ഉപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു ബസ് സ്റ്റേഷനിൽ വന്നേക്കാണ്. ആള് പറഞ്ഞത് രാത്രി ഹിച്ച് ചെയ്യണ്ട, ഈ രാത്രി ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് ലൈക്ക് ഇവിടെ ഇരിക്കുക, അല്ലെ ഇവിടെ കിടക്കുക എന്നിട്ട് നാളെ രാവിലെ പോയാൽ മതി, ലിഫ്റ്റ് അടിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബസ്സൊന്നും പിന്നെ എന്തായാലും ഇവിടെ നിന്ന് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. രാത്രി ഞാൻ നോക്കിയില്ല, എന്നാലും ആളങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ നിന്നാൽ മതിയെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നിർബന്ധിക്കില്ല, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രാത്രി പോകണ്ടെന്നുള്ളതാണ്, സേഫായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇപ്പം എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ കുറേ ബാഡ് എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ടായതാണ്. അപ്പം ഇനി ഞാനായിട്ട് ബാഡ് എക്സ്പീരിയൻസ് വരുത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ രാത്രി പുറത്ത് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്ന്. പക്ഷെ നല്ല തണുപ്പുണ്ട്, എന്തായാലും ടെൻ്റ് അടിക്കാനാണ് ഓർത്തത്. അപ്പോൾ ആളോട് പറഞ്ഞപ്പോൾ ആളതാ പറയുന്നത്, ഈ തണുപ്പത്ത് നീ എവിടെയാണ് കിടക്കുന്നത്, ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം അങ്ങനെ രാത്രി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതാണിപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായത്, എന്താ ചെയ്യേണ്ടത്. മേ ബി ഞാൻ ഇവിടെ ബസ് ടെർമിനലിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലാണ്ട് എന്താ ചെയ്യുക. രാവിലെ വല്ലതും എണീച്ചിട്ട് പോകേണ്ടി വരും. ആളിതാ പോവാണ്, എൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് എന്നെ ഇവിടെ സേഫായിട്ട് ആക്കി. ആൾ പറയുന്നത് രാത്രി എന്നെ ഒറ്റയ്ക്ക് വിടാൻ, ലിഫ്റ്റ് അടിക്കാൻ സമ്മതിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. യാ, അപ്പോൾ എന്തായാലും ഞാൻ ഇനി ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ രാവിലെ വരെ ഇവിടെ ഇരിക്കാനാണ് വിചാരിക്കുന്നത്. വാഷ്റൂമിൽ ഇവിടെ 10 ലിറ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പം ഞാനിതാ പോവാണ്. ഇതെന്താ അത്? ഓക്കെ ചേട്ടാ, ഞാൻ ആക്ച്വലി ഞാൻ ബസ് ബുക്ക് ചെയ്തു. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം സമയം 9 മണിയായിട്ടുള്ളൂ. നാളെ രാവിലെ വരെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഡെഡാവും. പിന്നെ ഞാൻ വിചാരിച്ച് ഓൾറെഡി ഞാനിനി എനിക്ക് അർമേനിയക്ക് ഇവിടെ ബോർഡർ ഇല്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ജോർജിയ പോയിട്ട് അർമേനിയ പോയിട്ട് വീണ്ടും ജോർജിയ പോയിട്ട് അസർബൈജാനിൽ പോകണം. കാരണം ടർക്കിയിൽ നിന്ന് അർമേനിയക്ക് കയറാൻ പറ്റില്ല, അർമേനിയയിൽ നിന്ന് അസർബൈജാനിലേക്കും കയറാൻ പറ്റില്ല. അപ്പോൾ ബ്ലോക്കാണ്, 2 വട്ടം ജോർജിയ എൻട്രി ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നവംബറിൽ നാട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിനു മുന്നേ ഞാൻ സൗദിയിലേക്ക് പോകുന്നുണ്ട്. സൗദിയിൽ പോയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഞാൻ പറയുന്നില്ല. സോ എന്തായാലും നവംബറിലാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും സൗദിയിൽ ഒരു 4 days ആണ് നിൽക്കുന്നത്. അതിനുശേഷം അവിടുന്ന് റിയാദിലേക്കാണ് പോകുന്നത്. സൗദി അസർബൈജാൻ എന്നാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ടൈമും കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ലിഫ്റ്റ് അടിക്കുക. ഇനി കുറച്ച് ഇങ്ങനെ ചുരമൊക്കെ ഉണ്ട് കുറച്ച് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ 1000 ലിറ എന്ന് വെച്ചാൽ ഒരു 3000 ഇന്ത്യൻ റുപ്പി വരും. അത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ ബസ് എടുത്ത്. അപ്പോൾ രാവിലെ ട്രപ്സൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതാണ് വലിയൊരു സിറ്റിയും കുറച്ച് ടൂറിസ്റ്റ് ആയിട്ടുള്ള. അതല്ലാണ്ട് വിസിലടിക്കുന്ന ഒരു വില്ലേജ് ഉണ്ട്, അങ്ങനെ സംസാരിക്കുന്നത്. വിസിലടിച്ചോണ്ട് അവർ സംസാരിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ആ വില്ലേജിലേക്കാണ് ഞാൻ പോകുന്നത്. ആ വില്ലേജിലേക്കായാലും ഇവിടേക്കായാലും 100-150 കിലോമീറ്റർ മാറ്റം ഉണ്ടെങ്കിലും പൈസയ്ക്ക് ഒരു കുറവില്ല.
സെയിം റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ബസ് ബുക്ക് ചെയ്തു. 11 മണിക്ക് ബസ്, രാവിലെ 9 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല. ഞാനിപ്പോൾ 2 മണിക്കൂറും കൂടെ ഉണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിത് ആ ബസ്സിലെല്ലാം കയറിയിട്ടുണ്ട്. നല്ല ബസ്സൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അധികം ആൾക്കാരൊന്നുമില്ല, എൻ്റെ അടുത്തൊന്നും ആൾക്കാരൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് നല്ലപോലെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും നോക്കട്ടെ. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ഗൊറേല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. ഇന്നലെ രാത്രി തൊട്ടിട്ട് ഫുള്ള് മഴയായിരുന്നേ. ഇപ്പം വരെ മഴയായിരുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. ബസ് ഇവിടെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ 8:30 ആയിട്ടുണ്ടേ. അയ്യോ, ഇന്നലെയൊക്കെ വേറെ സ്ഥലത്തൊക്കെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചുള്ളൂ ഫുള്ള് മഴയായിരിക്കുമെന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ റെയിൻകോട്ട് കാര്യങ്ങളൊന്നുമില്ല. ആ പെറുവിലെല്ലാം വെച്ചിട്ട് പോകുന്നത് ഞാൻ. ഒന്നുമില്ല ഇവിടെ. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഞാനിതാ ഒരു ലെൻറ്റിൽ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് 70 വരുന്നത്. സോ ഇതാണ് ഞാൻ കുടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ എന്താ കുടിക്കാൻ, ബാക്കിയുള്ളതിനൊക്കെ 200. അത് തലയിലെ ബ്രെയിനും പിന്നെ എന്തൊക്കെയോ ആണ്. ഇവിടെ എല്ലാവരും രാവിലെ തന്നെ സൂപ്പ് കുടിക്കാനെല്ലാം വന്നിട്ടുണ്ട്. മഴ ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ മഴ ഇങ്ങനെ പെയ്യുന്ന അറിഞ്ഞിരുന്നേ ഞാൻ വരില്ലായിരുന്നേ. ലിഫ്റ്റൊക്കെ അടിച്ച് പയ്യെ വന്നേനെ. പിന്നെ ഞാനിപ്പോൾ വേറൊരു വില്ലേജിലൊക്കെ എനിക്ക് ഉള്ളിലേക്ക് മല കയറി പോകാനുണ്ട്. നല്ല തണുപ്പും. എന്താവോ എന്തോ, ഞാൻ എങ്ങനെ പോവെന്തോ. എൻ്റെ റെയിൻകോട്ടൊന്നുമില്ല ഇവിടെ. ചെറിയ റെയിൻകോട്ട് വല്ലതും നമ്മളെ നാട്ടിലൊക്കെ 100 രൂപയ്ക്ക് കിട്ടുന്ന പോലത്തെ സാധനം കിട്ടുമോ എന്തോ, ചാൻസും കുറവാ. ഞാൻ സൂപ്പൊക്കെ കുടിച്ച് കുറേ നേരമായിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. വീട്ടിലൊക്കെ വിളിച്ച്, പിന്നെ ഫോൺ ചാർജ് ഇല്ല. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടു. അപ്പം ഞാൻ ഇപ്പോഴും ഫോൺ ചാർജ് ചെയ്യാൻ അവിടെ ഇട്ടേക്കാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ എന്തോ ഒരു മാർക്കറ്റ് പോലെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. മാർക്കറ്റ് തന്നെയാണ്, എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. എന്ത് മാർക്കറ്റാണ്? ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ഉള്ളതാണോ? ഡ്രസ്സൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ ചെറിയ പൈസ ഉള്ളല്ലോ. ഈ ടവലിനെല്ലാം 20 ഇതൊക്കെ ഉള്ളൂ. നോക്കിയോട്ടെ, എന്താ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ആപ്പിളും എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. ഇത് വെച്ചിട്ടുള്ള ജ്യൂസാണ് ഇന്നലെ അവരുടെ വീട്ടിൽ താമസിച്ചില്ലേ, അപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. റാഡിഷ്. അയ്യോ, വലിയ ക്യാബേജ്. എത്ര വലിയ ക്യാബേജാണ്. എൻ്റെ കൈ നോക്ക് എത്ര വലുതാന്ന് മനസ്സിലാവുന്നില്ലേ. ഇതേ വെളുത്തുള്ളിയൊക്കെ നല്ല വലുത്, ഫ്രഷ് ആയില്ല. എല്ലാം ഭയങ്കര വലുതാണല്ലോ, ഫ്രഷുമാണ് കാണാൻ. ഇതൊക്കെ നല്ല ടവലെല്ലാം 50 ഉള്ളത്. തലയിലിടുന്ന സാധനം ഉണ്ടോ? തലയിലിടുന്ന ബന്ധാന ഉണ്ടെങ്കിൽ മേടിക്കായിരുന്നു. ബന്ധാനില്ല, വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ്. ഇതൊക്കെ എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്ത് ഫ്രൂട്ടാ? ചെറിയാണോ? ചെറിയല്ല, വേറെ എന്തോ ആണ്. മുന്തിരി പിന്നെ പലതരത്തിൽ തന്നെ ഉണ്ടാവും. തക്കാളി നോക്ക്, തക്കാളി ഇവിടെ മെയിനാണേ. തക്കാളി തന്നെ ഒരു 3-4 തരം തക്കാളി കാണുന്നുണ്ട്. മുളക്, സുച്ചീനി, ബീൻസ്. ഇത് പച്ചക്കറിയും വെജിറ്റബിൾസും മാർക്കറ്റ്. അയ്യോ, ഇത്രയും വലിയ ക്യാബേജ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ അമ്മ, ഇത്രയും വലിയ ക്യാബേജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അയ്യോ, ഇതൊക്കെ ഇത്രയും വലുതോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ക്യാബേജ് കാണുന്നത്. നോക്ക് എത്ര വലുത്. ഇതൊക്കെ എന്റെ കൈ ഇരിക്കുന്നുണ്ടോ? ഇത്ര അത്ഭുതം എനിക്ക്. എന്ത് വലുതാന്നറിയോ, ഭയങ്കര വലുത്. കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര കിലോ ഉണ്ടാവും. കണ്ടോ, പൊങ്ങുന്നില്ല അവർക്ക്. ഇവര് ഇത്രയും മേടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന്. ഇതൊക്കെ ഇതുണ്ട്. എന്റെ കൈ എത്ര ഉള്ള ഒരു കുഞ്ഞു കൈ. എന്റെ ഇത്രയും വലുതാ, പൊങ്ങുന്നില്ല അവർക്ക്. അത്രയും വലുത്. അയ്യോ, അത് ഭയങ്കര സംഭവം കേട്ടോ. ഇവിടെയുണ്ട്. ഇത് കുറച്ചും കൂടെ ചെറുതാണ്. അവിടെ നോക്ക്, അത്ര വലുതോ. ഭയങ്കര വലുതാണ്. ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര വലുത്. ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ലെക്ടീസ് ഒക്കെ നോക്ക്, അത് തന്നെ ഭയങ്കര വലുതാ. ഇത് കണ്ടോ, നമ്മുടെ മല്ലിയില പോലത്തെ ഒരു സാധനം. പക്ഷെ മല്ലിയിലല്ല, വേറെ ഫ്ലേവർ അതിന്. അവർ ഈ സാലഡിലിടും. സാലഡിലിടുമ്പോൾ ഭയങ്കര ഇതാ. എന്തോ വിളിച്ചു പറയുന്നു. ഇതെന്താ ഇതെന്താന്ന് എനിക്കറിയില്ല. ഓ, ഇതൊക്കെ മറ്റേ സാധനം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരെണ്ണം മേടിക്കാം. എത്രയാണോ എന്തോ. അവിടെയും കൂടെ കറങ്ങിയിട്ട് വരാം. അയ്യോ, ക്യാബേജാണ് ഇവിടെ ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. കോളിഫ്ലവർ തന്നെ ഉണ്ട് വലുത്.
നല്ല പച്ചക്കറിയൊക്കെ തിന്നാൻ തോന്നിപ്പോന്ന് ഇവിടുത്തത് കാണുമ്പോൾ. എന്താ ഇതേ വേറെ കളറ് കാബേജും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം അത് തന്നെയാന്ന് തോന്നുന്നു, വേറെ എക്സ്ട്രാ ഇല്ല. എല്ലാം പച്ചക്കറി മാർക്കറ്റാ. ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാം. എനിക്ക് തോന്നുന്ന ഒരു പീച്ച് മേടിക്കാം, ഒരു പീച്ചും പിന്നെന്താ എല്ലാം കയ്യിൽ വെച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, സൺഫ്ലവർ സീഡ്, പീനട്ട്, അങ്ങനെ ഒലീവ് ഓയിലാന്ന് തോന്നുന്നു. ഇവിടെ ഇവരുടേതായ മസാലകളാണ്, 100 തരത്തിലുള്ള മസാലകളുണ്ട്, പല പല മസാലകൾ അതാണുള്ളത്. പക്ഷെ അധികം എരിവൊന്നും ഇല്ല കേട്ടോ ഇവരുടെ ഫുഡിൽ, കളറ് മാത്രമേ ഉള്ളൂ, എരിവില്ല. ഇതും അതുപോലെ തന്നെ കുറച്ചൊരു പച്ചക്കറി. ഇത് മേടിക്കാം, ഒരു പീച്ച് മേടിക്കാം. വേറെന്താ മേടിക്കാം? മേടിച്ച് കഴിഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറ്റില്ല, അതാണ്, കയ്യിലിങ്ങനെ വെച്ചോണ്ട് നടക്കണ്ടേ. ഒരു പീച്ചും ഒരു മുന്തിരിയും കൂടെ ഞാൻ 60-ന് മേടിച്ചിട്ടുണ്ടേ. മുന്തിരിക്കൊക്കെ എന്താ ടേസ്റ്റ്! ഇത്രയും ബെസ്റ്റ് മുന്തിരി ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ജോർജിയയിൽ മുന്തിരീൻ്റെ വൈനൊക്കെ ഉണ്ടാക്കിയിട്ട് മുന്തിരീൻ്റെ മെയിൻ സ്ഥലമാണ് ഇവിടെ. അതെ, സൂപ്പർ. ഇപ്പം നല്ല മഴയാണ്. ഞാൻ ആ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ട് കറങ്ങി തിരിച്ചു വന്നപ്പോൾ നല്ല പെരുമഴയാണ്. മഴ കുറയുന്നേ ഇല്ല. ഇവിടെ കണ്ടോ, പുറത്തൊക്കെ ഇരിക്കാനുള്ളതുണ്ട്, പക്ഷെ അവിടേക്ക് തന്നെ വെള്ളമെല്ലാം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെതർ നോക്കിയ സമയത്ത് എല്ലാവരിലും മഴയാണ് കാണിക്കുന്നു. ഞാൻ എൻ്റെ വേറെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ആൾ പറയാം മഴക്കാലം തുടങ്ങി. പക്ഷെ വിൻ്ററല്ലേ, വിൻ്ററിൽ മഴയുണ്ടാവുമോ? വിൻ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, എന്താണെന്നറിയില്ല. എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇവിടുന്ന് ആ വില്ലേജിലേക്ക് ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഹൈ റേഞ്ചാണ്, ഇങ്ങനെ കറങ്ങിയിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ അറിയില്ല മഴ നിൽക്കുമോ നോക്കട്ടെ. എനിക്കിപ്പോൾ എന്താ തോന്നണേന്നറിയോ, നല്ല പുതച്ച് മൂടി കിടന്നുറങ്ങാനും നല്ല ഫുഡ് കഴിക്കാനും, നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും നല്ല ബിരിയാണിയും. കൊതിയാവണം, ഞാൻ തന്നെ എന്നെ കൊതിപ്പിക്കുക. അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് പുതച്ച് മൂടി കിടന്നുറങ്ങാനുള്ള ഫീലാണ്. കാരണം മഴ മാത്രമല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടുത്തെ വെതറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനിങ്ങനെ നോക്കട്ടെ. ഇവിടുന്ന് മൂവ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ മൂവ് ചെയ്യാനാണെങ്കിൽ മഴ മാറാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. റെയിൻകോട്ടും ഇല്ല, കുടയില്ല, ഒന്നുമില്ല. എന്തെങ്കിലും വാങ്ങണേ തന്നെ ഇവിടെ ഒന്നും കടയൊന്നും കാണുന്നില്ല. ഇത് കടയിലുള്ള വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരിയാണ് കേട്ടോ. പുള്ളിക്കാരിൻ്റെ കൂടെ കുട എടുത്തിട്ട് ഒരു കുടയോ റെയിൻകോട്ടോ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോവാണ്. ആള് പറഞ്ഞു എൻ്റെ കൂടെ വരാന്ന്, അങ്ങനെ പോവാണ്. നല്ല രസമാണ്, നല്ല കമ്പനിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് അവരുടെ കൂടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന്. കാരണം ഇപ്പോൾ ഇവിടെ മഴയായിട്ട് ഇവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യാനും പറ്റൂല. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞതാണ് കേട്ടോ, എന്നിട്ടാണ് ഇങ്ങനെ. ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം മൗണ്ടെയിൻസ് ആണ്. ഈ ഒരു ഏരിയ മാത്രമാണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുള്ളൂ. എന്തായാലും കുട മേടിക്കണോ അതോ റെയിൻകോട്ട് മേടിക്കണോ എന്നുള്ള സംശയമാണുള്ളത്. എന്തായാലും പോയോട്ടെ. ഞാൻ രണ്ടും വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇവിടെ എല്ലാവരുടെയും കുടയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ആരും റെയിൻകോട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം നല്ല തണുപ്പല്ലേ ഇവിടെ, അതായിരിക്കും. പോയി നോക്കി നോക്കാം. ഇവിടെ നോക്ക്, ഒരു ഡ്രസ്സ് കടയിൽ വന്നിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒരു കുട മേടിച്ച്, ഒരു തലയിലിടുന്ന ബന്ധാനി മേടിച്ച്. അപ്പോൾ അങ്ങനെ ബന്ധാനി മേടിച്ചപ്പോൾ രണ്ടും കൂടെ കുടയ്ക്ക് മാത്രം 500, പിന്നെ ബന്ധാനക്ക് 75 ആയത്. അപ്പോൾ എത്ര ആയിന്ന് എനിക്കറിയില്ല, അത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ബന്ധാനിയാണോ? ഇതെല്ലാം മൊത്തം ബന്ധാനിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ബന്ധാനകളൊക്കെയാണ് കാണുന്നത്. ഞാൻ ഒരെണ്ണം മേടിച്ച്, എനിക്ക് ഭ്രാന്താണ്. 1075 രൂപ ഒരു കുടയ്ക്ക്. ഞാൻ ആലോചിക്കാം, നമ്മുടെ നാട്ടിലൊരു 250 രൂപ ഒരു കുട കിട്ടൂല, ഇവിടെ 1607 രൂപ ഒരു ജസ്റ്റ് ഒരു കുടയ്ക്ക്. ഇപ്പം മഴയാണ്, നാളെ മറ്റന്നൊക്കെ വെതർ മഴയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്, അല്ലെങ്കിൽ ഞാൻ മേടിക്കൂലായിരുന്നു ഒരു കുട ഇത്രയും പൈസ കൊടുത്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു മറ്റന്നൊക്കെ ആയിട്ട് ഞാൻ അടുത്ത കൺട്രിയിൽ എൻട്രി ചെയ്യും, ഒരു 2 ഡേയ്സ്. ഇന്നും നാളെയും മറ്റന്ന കഴിഞ്ഞാൽ ഞാൻ അടുത്ത രാജ്യത്ത് ജോർജിയയിലേക്ക് എൻട്രി ചെയ്യും കേട്ടോ. ഞാനിത് അവിടെ ഈ ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ട്, ബീഫും പിന്നെ റൈസും എല്ലാം കൂടെ ആയിട്ട്. ഇതിനൊരു 200 വരുന്നത്. തക്കാളിയും പിന്നെ എന്തോ റൊട്ടി അതിൻ്റെ കൂടെ ഉണ്ട്. ഈ ജ്യൂസ് നോക്ക്, അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടില്ല കേട്ടോ. എന്തോ ബ്ലാക്ക് ഗ്രേപ്പ് ജ്യൂസ് എന്നാണ് എനിക്ക് ട്രാൻസ്ലേറ്റിൽ കാണിച്ചത്. നല്ല മധുരമുണ്ട്. അവിടെ ഇരുന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും ഇവിടെ ഈ സിറ്റി ഒന്ന് ചെറുതായിട്ട് കറങ്ങി കാണാം, അവിടെ മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ പുതിയ കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്.
ഒരു പ്ലാനും അറിയില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.